തലേന്ന് രാത്രി അരി കുതിർക്കാൻ മറന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെ പൂ പോലുള്ള ഒരു പാലപ്പം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇനിയിപ്പോൾ അരി കുതിർക്കാൻ മറന്നു പോയി കഴിഞ്ഞാലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം. ഇതിപ്പോൾ നമ്മൾ രാവിലെ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ അരിപ്പൊടി തലേന്ന് ഞാൻ പറയുന്നത് പോലെ ചെയ്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ രാത്രി തയ്യാറാക്കുന്നുണ്ടെങ്കിൽ രാവിലെ ഇത് ചെയ്ത് വെക്കണം. അപ്പോൾ 1 കപ്പ് നൈസായിട്ടുള്ള അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ പത്തിരിൻ്റെ അതുപോലെ ഇടിയപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്ന പൊടി ഉണ്ടല്ലോ, അതാണ് എടുക്കുന്നത്. അതുപോലെ 1/2 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലൊരു 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടിയും ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഞാൻ ആദ്യം ഒരു 1/2 കപ്പിലാണ് എടുത്തത്. നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ വേണമെങ്കിൽ നിങ്ങൾക്കൊരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ ചേർക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം കൂടി നല്ല പോലെ നമുക്ക് കട്ടയൊന്നും ഇല്ലാണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ നമ്മളിത് മിക്സിൻ്റെ ജാറിലേക്ക് എല്ലാം കൂടി ഒന്ന് മാറ്റിയതിന് ശേഷം നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം. സാധാരണ നമ്മൾ വെള്ളയപ്പത്തിനൊക്കെ അരി വെച്ചിട്ട് അരക്കുന്നില്ലേ, അതുപോലെ തന്നെ അരച്ചെടുത്താൽ മതി. അപ്പോൾ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എടുത്ത വെള്ളം കണക്കാട്ടോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് അധികം അങ്ങനെ ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ അരച്ചതിന് ശേഷം നമ്മളിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ മിക്സി കഴുകിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാടങ്ങ് ലൂസായിട്ടുള്ള മാവല്ല വേണ്ടുന്നത്, കുറച്ച് തിക്കായിട്ടുള്ള മാവ്, അതായത് ഇതുപോലെ ആയിരിക്കണം നമ്മൾ അരച്ചെടുക്കേണ്ടത്. ഇനിയിപ്പോൾ നല്ലപോലെ നമുക്കൊരു സ്പൂൺ വെച്ചിട്ടോ കയ്യിൽ വെച്ചിട്ടോ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് തന്നെ മാവ് പൊങ്ങി കിട്ടുകയും ചെയ്യും. അപ്പോൾ സാധാരണ നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെ നമ്മൾ ഇത് എത്ര മണിക്കൂറാണെന്നോ, നമ്മൾ 8-9 മണിക്കൂറാണെന്നല്ലോ ഒരു വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ അത്രയും ടൈം ഒന്ന് ഫെർമെൻ്റ് ആകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ രാവിലെ നോക്കുമ്പോൾ അത്യാവശ്യമായിട്ട് മാവ് നല്ലോണം തന്നെ ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10-20 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നല്ലപോലെ മാവ് പൊങ്ങി വന്നിട്ട് നല്ലോണം ഒന്ന് സോഫ്റ്റായി കിട്ടും. പക്ഷേ ഞാൻ ഈ ഒരു സമയത്ത് തന്നെ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ അപ്പച്ചട്ടിയിൽ നമുക്ക് മാവ് കോരി ഒഴിച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് നല്ല പൂ പോലെ സോഫ്റ്റാണ്. നിങ്ങൾക്ക് ഇനി ക്രിസ്പിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ടൈം എടുത്തിട്ട് ക്രിസ്പിയാക്കി എടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല ഹോളൊക്കെ വരുന്നുണ്ട്. ആ ഒരു സമയമാണ് മൂടി വെച്ചിട്ട് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വെള്ളയപ്പം കഴിക്കാൻ ഏത് കറിയാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അത് കൂട്ടി കഴിക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള വെള്ളയപ്പമാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് അരി ഇല്ലെങ്കിലോ അല്ലെങ്കിൽ ഇതുപോലെ അരി കുതിർക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിലോ അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള വെള്ളയപ്പം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ തയ്യാറാക്കി നോക്കാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്